ഒരു പണ്ഡിതൻ വിളക്ക് കൊളുത്തിവെച്ച് പുസ്തകം വായിക്കുകയാണ്. ദീക്ഷയുള്ളവരെല്ലാം വിഡ്ഢികളാണെന്ന വാചകം വായിച്ച് അദ്ദേഹത്തിന് വിഷമം തോന്നി. തൻ്റെ താടിയുടെ കുറച്ചു ഭാഗം കരിച്ചു കളയാൻ അയാൾ തീരുമാനിച്ചു. വിളക്കിൻ്റെ നാളത്തിലേക്ക് താടി നീട്ടിക്കാണിച്ചു. തീ ആളി അദ്ദേഹത്തിൻ്റെ ദീക്ഷയും മീശയും മുഴുവൻ കരിഞ്ഞു. അപ്പോൾ അയാൾ ഓർത്തു, പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എത്ര ശരിയാണ്. അടിസ്ഥാനരഹിതമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളുടെ ആധികാരികത അന്വേഷിക്കുന്നവരെല്ലാം ആസ്ഥാനമണ്ടന്മാരാണ്. ഏതു വാർത്തയും വിശ്വസനീയമെന്ന് കരുതുന്നതിന് മുൻപ് സാമാന്യ ബോധത്തിൻ്റെ അരിപ്പയിലൂടെയെങ്കിലും കടത്തിവിടണം. ഏത് കാര്യത്തിൻ്റെയും സത്യാന്വേഷണത്തിനിറങ്ങും മുമ്പ് 2 ചോദ്യങ്ങൾ അനിവാര്യമാണ്. ഇത് അന്വേഷിക്കേണ്ടതുണ്ടോ? ഇതിൻ്റെ ഉത്തരം കണ്ടെത്തിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അർത്ഥമില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ നടക്കുന്നവരെല്ലാം ആരുമല്ലാതായി അവസാനിക്കും. ആർക്കും ഉപകരിക്കാത്ത കാര്യങ്ങൾ എന്തിനാണ് കണ്ടെത്തുന്നത്? അവരെൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്കും സദാചാരങ്ങളിലേക്കും എത്തി നോക്കി അതിൻ്റെ വീഴ്ചകൾ കണ്ടെത്തി സ്വയം സംതൃപ്തി അടയാമെന്നല്ലാതെ മറ്റൊരു നേട്ടവും അത്തരം കർമ്മങ്ങൾക്കില്ല. പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്നവരും അവ കൊണ്ടുണ്ടാകുന്ന പ്രയോജനങ്ങളെക്കുറിച്ച് വിചിന്തനം നടത്തിയാൽ പല അന്വേഷണങ്ങളുടെയും ദിശയോ രീതിയോ മാറിയേനെ. എല്ലാ സംശയങ്ങളുടെയും പിന്നാലെ പോകേണ്ടതില്ല. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടെത്തേണ്ടതില്ല. അന്വേഷിക്കാൻ പഠിക്കുന്നത് മാത്രമല്ല, അവഗണിക്കാൻ പഠിക്കുന്നതും കൂടിയാണ് ശരിയായ അറിവ്. സാമാന്യ യുക്തിക്ക് നിരക്കാത്തവയെ അവഗണിക്കണം. അനാവശ്യ വിമർശനങ്ങളെ തള്ളിക്കളയണം. അറിവില്ലാത്തവരുടെ വാക്കുകളെ തിരസ്കരിക്കണം. അനാരോഗ്യകരമായ അന്വേഷണങ്ങളുടെ അവസാനം അപകടവും അവഹേളനവുമായിരിക്കും. സ്വയം വിശ്വാസമില്ലാത്തവരെല്ലാം അവരെൻ്റെ അവിശ്വാസത്തിൻ്റെ വലയിൽ കുടുങ്ങും. സ്വബോധത്തെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നതാണ് സ്വയം ബഹുമാനത്തിൻ്റെ ആദ്യപടി. ഒരാളും മറ്റൊരാളെ പൂർണ്ണമായും വിശ്വസിക്കില്ല. എല്ലാവരും തങ്ങളുടേതായ നിരീക്ഷണങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അവയുടെയെല്ലാം നിജസ്ഥിതി പരിശോധിക്കുകയല്ല ആരുടെയും ജീവിതധർമ്മം. മറ്റുള്ളവരുടെ വീക്ഷണങ്ങൾ ശരിയെന്നോ തെറ്റെന്നോ സ്ഥാപിക്കാൻ ഇറങ്ങുന്നവരൊന്നും സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് നടന്നെടുക്കുന്നില്ല.